എന്റെ പാവ. എന്റെ പിള്ളേർക്കത് കാണും. ഏത് വിദഗ്ധനായ കുറ്റവാളിയും കുറ്റകൃത്യത്തിന് ശേഷം എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചു പോകും. അത് ദൈവം അയാൾക്ക് മേൽ കൊരുത്തിടുന്ന ചൂണ്ടയാണ്. ആ തെളിവ് കണ്ടെത്തുന്നതാണ് അന്വേഷണ മികവ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പോലീസിന് ആ വൈഭവം വേണ്ടുവോളമുണ്ട്. എന്നാൽ പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ ജിഷ എന്ന പെൺകുട്ടി 38 മാരക മുറിവുകളോടെ ജിഷ കൊല്ലപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു നിഗമനത്തിലെത്താൻ പ്രഗത്ഭരായ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർ തപ്പിക്കൊണ്ടിരിക്കുന്നതായി പറയുന്ന ഈ ഇരുൾ അവർ സ്വയം ഉണ്ടാക്കിയതാണോ അതോ വ്യക്തിപരമായിട്ടും അറിയപ്പെടുന്ന ആൾക്കാരല്ലാതെ എൻ്റെ മോളെ കൊല ചെയ്യാൻ സാധിക്കില്ല. അയലക്കത്തുള്ളവർ കൊല്ലും. നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞേരെ, നിങ്ങൾക്ക് കുഴി വെട്ടി വെച്ചേരെ, ഞങ്ങൾക്ക് കുഴി വെട്ടി വെക്കാൻ പോകണമെന്ന് വീട്ടിൽ അറിയിച്ചേക്കാനും പറഞ്ഞു. പണ്ടിങ്ങനെ അമ്മ നെല്ലിട്ട് രണ്ട് വിഷയത്തിൻ്റെ ഒരു ലഹള ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ട് വീടും തമ്മിൽ. അതൊരു 15 മിനിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഓർമ്മയില്ല. കൊന്നു കളയുമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെ യാദൃശ്യമായിട്ട് വാതിൽ തുറന്നപ്പം നൊലൊളി കേട്ടു. അമ്മയെന്ന് നൊലൊളി 3 പ്രാവശ്യം കൂടുതൽ കേട്ടില്ല. എൻ്റെ കൊച്ചിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി എൻ്റെ ഭാര്യയുടെ സ്വഭാവദൂഷ്യം കൊണ്ട് മാത്രം. ഞങ്ങൾ വളരെ മോശമായിട്ട് കനാലുണ്ടേ കിടന്നിട്ട് പോലും ഞങ്ങൾ എങ്ങനെ കിടക്കണു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാണ് എങ്ങനെയാ എന്നൊന്നും ഈ തങ്ക സാർ വന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഒരു ദിവസം പോലും വേലയ്ക്ക് തന്നിട്ടില്ല. അതുപോലെ ചെയ്ത് മോശമായിട്ട് പ്രവർത്തിച്ചപ്പോൾ തങ്കച്ചി സാറിൻ്റെ അടുത്തൊരു അപേക്ഷയും കൊണ്ട് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു കാര്യത്തിലും വന്നിട്ടില്ല. എൻ്റെ ഭാര്യയുടെ ബുദ്ധി പിൻബുദ്ധിയായിപ്പോയി. പട്ടികജാതി ദേശീയ കമ്മീഷൻ കോൺഗ്രസിൻ്റെ MP തന്നെയാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഇതിന് പിന്നിലുണ്ടെന്ന് അവർ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എൻ്റെ കൊച്ചിന് ഒരു ചെറിയ തോതിൽ എനിക്ക് കാണാൻ പറ്റി. തിരിച്ചു വന്നപ്പോൾ അത് കഷ്ടം വികൃതമായി പോയി. ഈ ബോഡി അങ്ങനെ തന്നെ ക്രീമേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഒന്നുമില്ല ഇപ്പോൾ ബാക്കി. അമ്മ പറയുകയും ചെയ്തു, എൻ്റെ മോളെ കത്തിക്കണ്ട, കുഴിച്ചിട്ടാൽ മതി, എനിക്ക് അവിടെ പോയി ഒരു ഉമ്മേണിയിൽ വെക്കാം, കത്തിക്കണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞു. ആ പാലത്തുനിന്ന് ഈ പ്ലോട്ടിലേക്ക് റോഡ് വേണമെങ്കിൽ ആ ജിഷയുടെ ഷെഡ് തട്ടിക്കളഞ്ഞാൽ മാത്രമേ റോഡ് അങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. ഒന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ ഭൂമാഫിയ എനിക്ക് ശക്തമായിട്ടുള്ള സംശയമുണ്ട്. കൊലപാതകം ചെയ്ത ആളുമായി എനിക്ക് രൂപസാദൃശ്യമുണ്ടെന്നും എൻ്റെ DNA ടെസ്റ്റ് നടത്തി അത് ഞാൻ പൊതുസമൂഹത്തെ അറിയിക്കുമെന്നാണ് DYSP പറഞ്ഞത്. അവരെന്തുകൊണ്ടാണ് ഈ സഹപാഠികളുടെ പ്രക്ഷോഭങ്ങളെ ഇത്രയധികം ഭയപ്പെടുന്നത്? അവരുടെ അന്വേഷണം ശരിയായ രീതിയിൽ അവർ നടത്തുന്നുണ്ടെങ്കിൽ ആ അമ്മയെ മാത്രം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്തിന് ഈ 3400 രൂപ 4500 രൂപയൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഇത് വാങ്ങിച്ചു കൊടുത്തു? അത് ആരെ ഭയന്നിട്ടാണെന്ന് ചോദിച്ചാൽ മാത്രം മതിയല്ലോ. ആ ഒരു ചോദ്യത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം കിട്ടും. എൻ്റെ കൊച്ചിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി എൻ്റെ ഭാര്യയുടെ സ്വഭാവദൂഷ്യം കൊണ്ട് മാത്രം. ജിഷ എന്ന പെൺകുട്ടി സമൂഹത്തിൽ ആരെയൊക്കെയോ എന്തിനൊക്കെയോ ഭയപ്പെട്ടിരുന്നു.
താൻ പോകുന്ന വഴികളിലോ തൻ്റെ ഒറ്റമുറി വീട്ടിലോ താൻ സുരക്ഷിതയല്ല എന്ന ബോധം ആ കുട്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഉടുപ്പിനുള്ളിൽ ഒളിപ്പിച്ച പെൻ ക്യാമറയും തലയണക്കീഴിൽ വാക്കത്തിയുമായി അവൾക്ക് ജീവിക്കേണ്ടി വന്നത്. സാക്ഷിമൊഴികളില്ലാതെ വെറും സാഹചര്യ തെളിവുകളിലൂടെ മാത്രം പ്രതികൾ കാരാഗൃഹത്തിൽ അകപ്പെട്ട കേസുകൾ കേരളത്തിൽ നിരവധിയാണ്. ഒരു സാക്ഷിമൊഴിയോ ഒരു സാഹചര്യ തെളിവ് പോലും കണ്ടെത്താൻ കഴിയാതെ മാറിയിരിക്കുക ജിഷയുടെ കൊലപാതകം. സംഭവം നടന്ന സ്ഥലം, സംഭവത്തിന് ശേഷം ഉടനെ കോർഡൺ ഓഫ് ചെയ്യേണ്ടിയിരുന്നു, സീൽ ചെയ്യേണ്ടിയിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയപ്പോൾ അത് ചെയ്തത് PG സ്റ്റുഡൻ്റാണ്. പിന്നെ പ്രൊഫസർമാരൊക്കെ വന്നു എന്ന് ഇപ്പോൾ പറയുന്നു. പിന്നെ അതിനുശേഷം വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നില്ല. വീഡിയോഗ്രാഫി വേണം, എന്നാലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ ബോഡി അങ്ങനെ തന്നെ ക്രിമേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഒന്നുമില്ല ഇപ്പോൾ ബാക്കി. ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാൻ തേച്ചു മാച്ച് കളയാൻ ആർക്കോ ഒക്കെ ഇതിൽ രാഷ്ട്രീയമല്ലാത്ത ഏതോ വലിയ പണച്ചാക്കുകൾക്ക് വേണ്ടിയിട്ട് ആരോ ഒക്കെ കളിക്കുന്നു. അതിൽ എന്തോ നിഗൂഢതയുണ്ട്. ഒരു അമ്മയും മകളും മാത്രം താമസിക്കുന്ന ഒറ്റമുറി വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടിട്ടും അയൽപക്കത്തുള്ള ആരും ശ്രദ്ധിക്കാറുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ അവർ താമസിക്കുന്ന പരിസരത്തുമായിട്ടുള്ള വീട്ടുകാരുമായിട്ട് ആരുമായിട്ട് യോജിപ്പില്ല. ജിഷ ഒരു പ്രശ്നമല്ല. അമ്മ നമ്മളൊന്നും വർഷങ്ങളായിട്ട് നമ്മളോട് മിണ്ടിയിട്ട് തെറിയാണ്. ഇപ്പോൾ കുറേ ആളായിട്ട് തെറിയേക്കണില്ല, തുപ്പലാണ്. ഞാനെന്നല്ല ആരേത് കൊച്ചു പിള്ള പോയാലും കാർപ്പിച്ച് തുപ്പലാണ്. ജിഷയുടെ കൂട്ടുകാരികൾ വന്നതുപോലെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക എതിർമൈൻഡാണ് അവിടെ നിന്ന് വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമാതിരി അറിയാവുന്നവരൊന്നും ആ വീട്ടിലേക്ക് നോക്കൂല. അതുപോലെ പലരുടെയും പേരിൽ അവരെ നോക്കി മറ്റേ മറിച്ചെന്ന് പറഞ്ഞ് പോലീസ് കേസ് കൊടുത്തു. അതുകൊണ്ട് എല്ലാവരും എതിരാണ് അവർക്ക്. കുറുപ്പുംപടി സ്റ്റേഷനിൽ ഇവരുടെ ഒരു 100 കുറയാത്ത പരാതികൾ അവിടെ ഉണ്ടാകും. അപ്പോൾ പോലീസ് ഇങ്ങനെ ആദ്യമൊക്കെ അന്വേഷിച്ചത് ഇങ്ങനെ ശരിയല്ല, ഇവർ യഥാർത്ഥതല്ല പരാതി തരുന്നത്. അപ്പോൾ അയലക്കാർക്കും അവരെ നോക്കാൻ, അതാണ് അയലക്കത്തും പറ്റിയത്. അയലക്കാരൊക്കെ തിരിഞ്ഞു നോക്കാതിരുന്നത് അതുകൊണ്ടാണ്. കൊലയാളി എങ്ങനെയായിരിക്കും ഈ വീടിനകത്ത് കയറിയിരിക്കുക? ഇനിയൊരു പക്ഷേ അത് ജിഷയ്ക്ക് പരിചയമുള്ള ഒരാളായിരുന്നെങ്കിലോ? ഇനി അതല്ല, ജിഷയ്ക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ജിഷ അറിയാതെ ഈ വീടിനകത്ത് കയറിയതാണെങ്കിലോ? ഈ വീടിനുള്ളിൽ ജിഷയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത്?
ഈ സംസാരത്തിനിടയിൽ അവന് ജിഷയോട് അരുതാത്തത് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവുമോ? അതിനെ തുടർന്നുള്ള വാക്ക് തർക്കത്തിൽ അവനിലെ കൊലയാളി ഉണർന്നു കാണുമോ? ഇനി അത് പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിലോ? എനിക്കുറപ്പുണ്ട്, ഈ കനാലിനറിയാം ഞാൻ തിരയുന്നവനാരാണ്. അതിന് വ്യക്തമായ കാരണവും. അന്ന് ഈ കനാലിലൂടെ ഒഴുക്കിയ വെള്ളം തെളിവ് നശിപ്പിക്കാനുള്ളതായിരുന്നു. സാധാരണ രാവിലെ മാത്രം ഒഴുക്കിവിടാറുള്ള വെള്ളം പതിവിന് വിപരീതമായി അന്ന് വൈകുന്നേരം എങ്ങനെ ഈ കനാലിലൂടെ ഒഴുകി? വാൽവിന് ലീക്ക് ഉണ്ടായിരുന്നതോ അതോ ഈ സംഭവം നടക്കുമ്പോൾ പോലീസുകാരൊക്കെ വന്ന് നോക്കുമ്പോൾ വെള്ളം ഉണ്ടായില്ല, വറ്റി കരണ്ട് എടുക്കാറുണ്ട്. അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം വെള്ളം വന്നു. സാധാരണ രാത്രി അങ്ങനെ വെള്ളം വിടാറില്ല. ഇപ്പോൾ ഈ ഇത്രയും നമ്മൾ കയറി നടന്നതിൻ്റെ ഒരു മനസ്സ് വെച്ച് ഞാൻ ലാസ്റ്റാണ് അത് ചിന്തിക്കുന്നത്. ഇങ്ങനെ സാധാരണ രാവിലെകളിലാണ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് കനാലിൽ വെള്ളം കലങ്ങി വന്ന് അവിടെ നിന്ന് വന്നത് കാണാറുണ്ട്. പക്ഷേ രാത്രികളിൽ ഒരിക്കലും ഇങ്ങനെ വെള്ളം വന്നത് ഞാൻ കണ്ടിട്ടില്ല അതുവരെ. ഈ ജിഷയുടെ കൊല്ലപ്പെട്ട വീട് തൊട്ട് വീടിനോട് ചേർന്ന ഒരു കനാലുണ്ട്. ആ കനാലിൽ ചുമ്മാ വെള്ളമൊന്നുമില്ലായിരുന്നു. ഈ കൊല നടന്നതിന് ശേഷം ഈ കനാലിലെ വെള്ളം പോലീസിൻ്റെ സമ്മതത്തോടുകൂടിയാണ് വെള്ളം ഒഴുക്കി വിട്ടത്. അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ തെളിവുകൾ നശിപ്പിച്ചു. എന്തോ ഒരു ദുരൂഹത നമുക്ക് തോന്നുന്നത്. അത് ലാസ്റ്റായപ്പോഴാണ് നമുക്കത് തോന്നിയത്. ഞങ്ങൾ ഇവിടുന്ന് തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് പോയത് അടയ്ക്കാൻ വേണ്ടി. എന്തെങ്കിലും കാൽപ്പാട് കിട്ടുമെന്ന് പറയാൻ വേണ്ടി പോലീസുകാർ അവരുടെ മൊബൈൽ വീഡിയോയിൽ പിടിക്കുന്നുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി തൂമ്പയൊക്കെ ആയിട്ട് പോയപ്പോഴത്തേക്കും കണ്ണങ്കാലിന് വെള്ളമായി. പിന്നെ അത് തടഞ്ഞാൽ നിൽക്കില്ലാണ്ടായപ്പോൾ കയറി പോരേന്നും പറഞ്ഞ് അതുമാതിരി ഒന്ന് പിന്നെ അതിലേക്കൊന്നും ചെയ്തില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുക, മാഡത്തിന് എന്ത് തോന്നുന്നു?
ജീവിച്ചിരുന്നപ്പോൾ ജിഷ എന്തായിരുന്നു? ഒരു നീതി കിട്ടാത്തൊരു പെൺകുട്ടിയായിരുന്നു. മരണശേഷവും എനിക്ക് നീതി കിട്ടാത്തൊരു പെൺകുട്ടിയായി തന്നെയാണ് ജിഷയെ തോന്നുന്നത്. ജിഷയുടെ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ പോയി കണ്ടിട്ട് ആ ചുറ്റുപാട് കണ്ടിട്ട് ആരെങ്കിലും ഡൗട്ടുണ്ടോ? ജിഷയുടെ ആ വീടും പരിസരവും കാണുമ്പോൾ എനിക്ക് രണ്ട് രീതിയിലാണ്. അതൊരു കൊലപാതകമാണെന്നും അത് കൃത്യമായ കൊട്ടേഷൻ നൽകി ചെയ്തതാണെന്നുള്ളത് കൃത്യമായിട്ട് ആര് പോയാലും അത് മനസ്സിലാവും. കാരണം ഒന്ന്, ഈയിടെ ആയിട്ടാണ് അവരുടെ വീടിൻ്റെ സൈഡിൽ ഒരു പാലം, പുതിയ ഒരു കോൺക്രീറ്റ് പാലം പണിതിട്ടുള്ളത്, കനാലിന്. പാലം പണിതത് അവിടെ ഓപ്പോസിറ്റുള്ള ഇവരുടെ വീടിനോട് ചേർന്നിരിക്കുന്ന ഇപ്പം പുതിയതായിട്ട് പ്ലോട്ടുകൾ ഉണ്ടാക്കി നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ. ആ പ്ലോട്ടുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പാലം കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ പാലത്തുനിന്ന് ഈ പ്ലോട്ടിലേക്ക് റോഡ് വേണമെങ്കിൽ ആ ജിഷയുടെ ഷെഡ് തട്ടിക്കളഞ്ഞാൽ മാത്രമേ റോഡ് അങ്ങോട്ടേക്ക് കിട്ടുകയുള്ളൂ. ഒന്ന്, എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ ഭൂമാഫിയ എനിക്ക് ശക്തമായിട്ടുള്ള സംശയമുണ്ട്. രണ്ടാമത്തത്, പൊതുസമൂഹം ഉയർത്തിയ ചില സംശയങ്ങളുണ്ട്. അത്തരം ആളുകളെ കൂടി ഇതിനകത്ത് ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള DNA ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അതിന് നടത്തണം എന്നുള്ളതും കൂടി ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹായ് സാർ. ഹായ്. എപ്പം വന്നു? കുറച്ചേരായി ഞാൻ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഈ ജിഷയുടെ കൊലപാതകത്തെക്കുറിച്ച് സാറിന് എന്താ തോന്നുന്നത്? അതൊരു കരുതി കൂട്ടിച്ചതൊരു കൊലപാതകമാണ്, പ്ലാൻ ചെയ്ത്. അത് റേപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെറിയൊരു സംഭവത്തിൻ്റെ പേരിലല്ല. അത് ഇവരെ മൃഗീയമായി ക്രൂരമായി കൊല ചെയ്യപ്പെടണമെന്ന് ഉദ്ദേശത്തോടു കൂടി തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലിപ്പം ഈ പെരുമ്പാവൂരിൽ തന്നെ ഒരു ഉന്നത കോൺഗ്രസ് നേതാവിൻ്റെ ഈ മർഡർ കേസിൽ, കൊലപാതകത്തിൽ ബന്ധമുണ്ടെന്ന് ആരോപണം വന്നിട്ടുണ്ട്. അങ്ങനെ തോന്നാൻ കാര്യമുണ്ട്. അത് അവിടെ നാട്ടിൽ പാട്ടായ ഒരു കാര്യമാണ്. ആ പാട്ടായ കാര്യം തന്നെ ഞാൻ മുഖ്യമന്ത്രിക്ക്, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തന്നെ ഒരു ഇമെയിൽ വഴി പരാതിയും പിറ്റേ ദിവസം നേരിട്ടും കൊടുത്തിരുന്നു. അപ്പോൾ ആ പരാതിക്കകത്ത് ഒരു സ്ഥലത്തും, ഒരു പേജ് വരുന്ന പരാതിക്കകത്ത് ഒരു സ്ഥലത്തും ഈ പറയുന്ന ഉന്നത നേതാവിൻ്റെ പേര് പറയുന്നേ ഇല്ലായിരുന്നു. അപ്പം പെരുമ്പാവൂരിലെ കോൺഗ്രസിൻ്റെ ഉന്നത നേതാവ് എന്ന് പറയും. അതിലേറ്റവും ഇമ്പോർട്ടൻസ് പറയുന്ന ആ പരാതിയിൽ ഈ കൊലപാതകത്തേക്ക് നയിച്ച കാര്യങ്ങളാണ്. ആ നയിച്ച കാരണങ്ങൾ, ഇപ്പോൾ ആ സാഹചര്യങ്ങൾ മൊത്തം നോക്കുമ്പോൾ പോലീസ് ആദ്യം മുതൽ നടത്തിയ വീഴ്ചകൾ പരിശോധിക്കുമ്പോൾ സാധാരണ ഒരാൾ, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയോ അല്ലെങ്കിൽ ചെറിയ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരാളോ റേഞ്ച് വരുന്നില്ല, തിമിംഗലം തന്നെയാണ് എന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഈ ഉന്നത നേതാവിൻ്റെ ആയിട്ടുള്ള അലിഗേഷൻ വളരെ പറയുന്നുണ്ട്. ആ അലിഗേഷൻ വളരെ കൃത്യമാണ്. അത് അപ്പോൾ ഈ ഉന്നത നേതാവ് തന്നെ വന്നിട്ട് ഞാൻ തന്നെയാണ് ആ ഉന്നത നേതാവ് എന്ന് പറയുകയും രാഷ്ട്രീയ പേര് പറയാതെ തന്നെ പുള്ളിക്ക് എങ്ങനെ മനസ്സിലായി, അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ആ ആളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. റോമൻ്റെ പരാതിയിൽ പറയുന്നത് പോലെ ഈ ജിഷ എൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നിട്ടില്ല. പരാതിയിൽ പറയുന്നത് 20 വർഷക്കാലം വേലയ്ക്ക് നിന്നതാണ്. ജിഷയുടെ അമ്മ ഒരു ദിവസം പോലും വേലയ്ക്ക് നിന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ഒരു കാര്യത്തിലും വന്നിട്ടില്ല. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ദിവസവും 10, 50, 100 പേര് ഇവിടെ വന്ന് ഓരോ പരാതി ഏരിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എങ്ങാൻ കൂട്ടത്തിലൊന്നും എനിക്ക് എന്തെങ്കിലും പരാതി വല്ലതും ഏതെങ്കിലും ദിവസം വന്ന് തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയൂടാ. തങ്കച്ചി സാറിൻ്റെ അടുത്തൊരു അപേക്ഷയും കൊണ്ട് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോകാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഇവിടെ മിൽമയിട്ടിരുന്ന ആളാണ്. സാറിന് പഴയ കാലത്ത് ഇലക്ഷൻ നടക്കുന്ന കാലത്തൊക്കെ പുള്ളി പോസ്റ്റൊക്കെ ഒട്ടിച്ചും ഇവരുടെ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ ഇരുന്നയാളാണ് ഭർത്താവ്. അങ്ങനെ ഒരു ബഹുമാനം സാറിന് കൊടുത്ത് കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇത്രയും സാറാണ് ഈ നാട്ടിലെന്നെങ്കിലും ഞങ്ങൾക്കൊന്നൊരു ഉപകാരം ആരിൽ നിന്നും ഉണ്ടായിട്ടുമില്ല. ഞങ്ങൾ വളരെ മോശമായിട്ട് കനാലുകൊണ്ടേ കിടന്നിട്ട് പോലും ഞങ്ങൾ എങ്ങനെ കിടക്കണു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകണം എങ്ങനെയാണ് എന്നൊന്നും ഈ തങ്കച്ചി സാർ വന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമില്ല. പ്രതി പെട്ടെന്ന് ചെയ്ത കുറ്റകൃത്യമാണെങ്കിൽ ഇത്ര വിദഗ്ധമായി തെളിവുകൾ കഴുകിക്കളയാൻ പറ്റുമായിരുന്നു? ഒരാൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നേരിടാൻ തക്ക പ്രാപ്തിയുള്ള ആളായിരുന്നു ജിഷ. ആസൂത്രിതമായാണ് കൊല നടത്തിയതെങ്കിൽ കൊലയാളിയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കരുത്ത് എത്രമാത്രം ഉണ്ടാവും? എൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ളപ്പരാതിയാണ് അയാളുടെ. മൊഴികളിലെ വൈരുദ്ധ്യം,
മാധ്യമ വാർത്തകളിലെ ആദ്യത്തെ മിതത്വം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രതി സാധാരണക്കാരനല്ല എന്നല്ലേ? ഒന്ന് ഉറക്ക നിലവിളിച്ചാൽ പോലും കേൾക്കാവുന്ന ദൂരത്തിലുള്ള വീട്ടുകാർ എന്തുകൊണ്ട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല? തെളിവുകൾ നശിപ്പിക്കും വിധം ജിഷയുടെ കൊലപാതകം പുറലോകം അറിയാതെ ദിവസങ്ങളോളം പോലീസ് കാത്തു സൂക്ഷിച്ചത് ആർക്കു വേണ്ടി? സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ ഒരുപാട് വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഇട നൽകിയേക്കാവുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നാളെ രാത്രി 10:30 ശേഷത്തിൽ.